ഹലോ ഹായ്. ഇന്ന് ഡേ 30. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് DT ഡയറക്റ്റ് ടാക്സിൽ സെക്ഷൻ 31 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലേ, ജസ്റ്റ് ഒരു 2 പോയിന്റ് പഠിക്കാനുള്ളൂ. ബിൽഡിങ്ങിൻ്റെ റവന്യൂ എക്സ്പെൻസിനെ കുറിച്ചും പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ റവന്യൂ എക്സ്പെൻസിനെ കുറിച്ചും അത് മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ 33, 35 അങ്ങനെയുള്ള സെക്ഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. സിമ്പിളാണ്. പിന്നെ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ 32 അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നലെ പഠിച്ചത്. ഓക്കെ, അതൊന്നും കൂടി തറാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അത്ര ചെറുതായിട്ട് ഞാൻ തന്നത്. അപ്പോൾ PGPP ആണ്, നമുക്ക് സ്ലോവിൽ പോയാൽ മതി. സ്ലോവിൽ പോയാലും നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്ത് തന്നെ പോകണം. ഓക്കെ, എത്ര പ്രാവശ്യം റിവൈസ് ചെയ്ത് പോകണം, എന്നാലും നമുക്കത് പ്രോബ്ലം വരുമ്പോൾ ഈസി ആവുള്ളൂ. ഓക്കെ, ഇനി കൺസൈൻമെൻ്റ് ആണ് അടുത്തത് തന്നിരിക്കുന്നത്. കൺസൈൻമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കൺസൈൻമെൻറ്റ് മാക്സിമം അത് കുറച്ച് വരേക്കും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് അത് ഇന്നലെയും തന്നത് തന്നെയാണ്, ബാലൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലാ സൺഡേസ് ക്വസ്റ്റ്യൻസ് വേണോ? കാരണം മിക്ക ഗ്രൂപ്പുകളും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി പേര് ഇനിയും വേറെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനത് ഒന്നും പറയാതിരിക്കുന്നതിന് കാരണം ഇരിക്കുന്ന ഗ്രൂപ്പ് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം റെസ്പോണ്ട് ഇല്ലാണ്ട് കുറേ ഗ്രൂപ്പൊന്നും റെസ്പോണ്ടേ ഇല്ല. നമ്മളിങ്ങനെ GR 6, 7, 8 എന്നും പറഞ്ഞ് പോയിട്ട് കാര്യമില്ലല്ലോ ഗ്രൂപ്പുകൾ ഓരോ പേരും കൊടുത്ത്. പക്ഷേ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്താൽ പോരെ. അപ്പോൾ അത് കാരണം നിങ്ങളത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് അങ്ങനെയുള്ളവരെ മാത്രം നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഒറ്റ ഗ്രൂപ്പായിട്ട് കൂടി ചേർക്കാമെന്ന് ഇപ്പം ഞാൻ ആലോചിക്കണേ. എല്ലാവരും കൂടി ചേർത്ത് എല്ലാവർക്കും അത് ഓക്കെ ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ സാധാ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്താൽ മതിയായിരുന്നു, ചെയ്യണവർ ചെയ്യട്ടെ എന്നുള്ള പോലെ. ഇതിപ്പോൾ ഗ്രൂപ്പാക്കിയത് എല്ലാവർക്കും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എല്ലാവർക്കും അതൊരു മടി കൂടാതെ എല്ലാവർക്കും അത് അയക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണ്. അപ്പോൾ ആരും അത് മൈൻഡേ ചെയ്യണില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്രൂപ്പ് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പറയുക. അതിനനുസരിച്ച് നമുക്കത് തീരുമാനിക്കാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ.